ശിശുവിന്റെ ഭ്രൂണം ഫ്രിഡ്ജിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സ്വാഭാവികമായിട്ടുള്ള ഗർഭഛിദ്രമാണോ അത് നടന്നത് എന്നറിയാൻ ശാസ്ത്രീയ പരിശോധന വേണം എന്നുള്ള നിഗമനത്തിലാണ് പോലീസ്. ആ പങ്കാളികളുടെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടുമില്ല. ഇന്നലെയാണ് തൃശൂർ കൊടുങ്ങല്ലൂരിലുള്ള ആ അപ്പാർട്ട്മെന്റിലെ ഫ്രിഡ്ജിനുള്ളിൽ 3 മാസം മാത്രം പ്രായമുള്ള ഒരു ശിശുവിന്റെ ഭ്രൂണം കണ്ടെത്തുന്നത്. ചാത്തയെടുത്ത് പറമ്പിലുള്ള ഫ്ളാറ്റിൽ താമസിക്കുന്ന ആ പങ്കാളികൾ അവരുടെ മുറിയിൽ നിന്നുമാണ് ഈ 3 മാസത്തോളം പ്രായമുള്ള ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഈ വിഷയത്തിൽ, ഈ സംഭവത്തിൽ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഫ്രിഡ്ജിൽ ആ ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന അഭിഷേകും അപർണയും ഇരുവരും ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. 3 മാസം മുമ്പാണ് ഇവർ ഈ അപ്പാർട്ട്മെന്റിലേക്ക്, ഈ ഫ്ളാറ്റിലേക്ക് താമസം മാറുന്നത്. 3 മാസമായി താൻ ഗർഭിണിയായിരുന്നുവെന്ന് ആ യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുമുണ്ട്. രണ്ടുപേരും തൃശ്ശൂരിലെ ഒരു ആശുപത്രിയിലെ നഴ്സാണ് ആ പെൺകുട്ടി. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി വയറുവേദന അനുഭവപ്പെട്ടു അവൾക്ക്. അങ്ങനെ ശുചിമുറിയിൽ വെച്ച് ഭ്രൂണം പുറത്തു വരികയും ആ പുറത്തു വന്ന ഭ്രൂണം താൻ ഒരു നേഴ്സായതിനാൽ സ്വയം വേർപെടുത്തി കളഞ്ഞു എന്നുമാണ് പോലീസിനോട് ആ യുവതി നൽകിയിരിക്കുന്ന മൊഴി. നേഴ്സായതുകൊണ്ട് ഇതൊക്കെ പഠിച്ചതാണല്ലോ എന്നുള്ള ഉറപ്പായിരുന്നു, ധൈര്യമായിരുന്നു തനിക്ക് എന്ന് അവൾ പോലീസിനോട് പറയുന്നു. പക്ഷെ അതിനുശേഷം എന്തു ചെയ്യണം എന്നറിയാതെ ആ ഭ്രൂണത്തെ ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചുവെന്നും പോലീസിനോട് അവർ പറയുന്നു. കളയാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചത് എന്നാണ് അപർണ നൽകിയിരിക്കുന്ന മൊഴി. പക്ഷെ പോലീസ് പൂർണ്ണ അർത്ഥത്തിൽ ഈ മൊഴികളൊന്നും വിശ്വാസത്തിലെടുത്തിട്ടില്ല. അസ്വാഭാവിക മരണത്തിനാണ് കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. രണ്ടുപേരുടെയും മൊഴി വിശദമായി രേഖപ്പെടുത്തുന്ന നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എങ്ങനെയാണ് ഇതിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക്, ഫലത്തിലേക്ക് എത്തിക്കുക എന്നുള്ള പരിശോധനയിലാണ് പോലീസ്. കൂടുതൽ പരിശോധനകൾ വേണ്ടിവരുമെന്ന് അന്വേഷണ സംഘം പറയുന്നു. എന്നാൽ മാത്രമേ ഈ സംഭവത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ എന്നാണ് പോലീസ് അധികൃതർ പറയുന്നത്. ഈ പോലീസ് ഈ ഭ്രൂണം കസ്റ്റഡിയിലെടുത്ത് അത് പോസ്റ്റ്മോർട്ടത്തിനായി മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചിരിക്കുകയാണ്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത് നിർണായകമാകും. അതിലൂടെ മാത്രമേ ഇതൊരു സ്വാഭാവിക ഗർഭഛിദ്രമായിരുന്നോ എന്ന് വ്യക്തമാകൂ എന്നാണ് പോലീസിന്റെ ഭാഷ്യം. ദമ്പതികളുടെ മൊഴി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പോലീസ് അത് പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതിൽ ദുരൂഹതയുണ്ടോ എന്നും, ഇത് സ്വാഭാവികമായിട്ടും സംഭവിച്ചതാണോ എന്നും, അല്ല മനഃപൂർവ്വം ഉണ്ടായ ഗർഭഛിദ്രമാണോ എന്നുള്ള പരിശോധന, അതിനായി ശാസ്ത്രീയമായിട്ടുള്ള ഒരു മെഡിക്കൽ എക്സാമിനേഷൻ നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ഈ യുവതിയെയും അവരുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനനുസരിച്ച് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കും. എന്തായാലും തൊട്ടപ്പുറത്തുള്ള ഫ്ളാറ്റുകളിൽ നിന്ന്, അവരുടെ ബന്ധുക്കളിൽ നിന്നുമൊക്കെ, അയൽവാസികളിൽ നിന്നൊക്കെ കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. എന്നു മുതലാണ് ഇവരുടെ ഒരുമിച്ചുള്ള താമസം തുടങ്ങിയത് മുതൽ എങ്ങനെയാണ് ഇത്തരമൊരു കാര്യങ്ങളിലേക്ക് എത്തിയത് എന്ന് വരെ. എന്നാലും വളരെ രഹസ്യമായി കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അവിടെ പരിശോധന നടത്തുകയും ആ ഫ്രിഡ്ജിനുള്ളിൽ അത്തരത്തിലൊരു ഞെട്ടിക്കുന്ന ഒരു ഭ്രൂണം, 3 മാസം പ്രായമുള്ള ഭ്രൂണം കണ്ടെത്തുകയും ചെയ്തു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.